ആഗോള ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്ങളുടേതായി സുവർണമുദ്ര പതിപ്പിച്ച ടീം ഇന്ത്യ കുട്ടി ക്രിക്കറ്റിന്റെ ഫോർമാറ്റായി T20യിൽ നിന്നും വലിയൊരു പൊളിച്ചെഴുത്തിന് ആക്കം കൂട്ടുകയാണ്. വെറും ഒരു ടീം പ്രഖ്യാപനത്തിനപ്പുറം വരാനിരിക്കുന്ന വലിയ ICC ടൂർണമെന്റുകളെയും ലോകകപ്പുകളെയും ലക്ഷ്യമിട്ടുള്ള ഒരു ദീർഘകാല പദ്ധതിയുടെ തുടക്കമായാണ് ക്രിക്കറ്റ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ച നായകനായിട്ടും ബാറ്റിംഗിലെ ഫോമില്ലായ്മയും സ്ഥിരതയാർന്ന പ്രകടനം കുറവും കാരണം സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്ത് നിന്നും അതിനൊപ്പം തന്നെ ടീമിൽ നിന്ന് മാറ്റാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്നത്. ഒരു കാലത്ത് T20 ക്രിക്കറ്റിലെ മിസ്റ്റർ 360 ഡിഗ്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ICC റാങ്കിങ്ങിൽ ഒന്നാമനായിരുന്ന സൂര്യകുമാർ യാദവിന്റെ കരിയർ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നത് ഒരു വലിയ നേട്ടമാണ്. എന്നാൽ ക്യാപ്റ്റൻസി സമ്മർദ്ദമാണോ അതോ ഫോമില്ലായ്മയാണോ എന്ന് വ്യക്തമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഗ്രാഫ് താഴേക്കായിരുന്നു. ക്രിക്കറ്റ് ബോർഡും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും വരും തലമുറയെ വാർത്തെടുക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. T20 ഫോർമാറ്റിൽ നിലവിലുള്ള സീനിയർ താരങ്ങൾക്ക് പകരം പൂർണ്ണമായും യുവരത്നത്തെ പ്രതിഷ്ഠിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യ ഇരയായി മാറിയിരിക്കുകയാണ് സൂര്യകുമാർ യാദവ്. അദ്ദേഹത്തെ ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കടുത്ത സന്ദേശമാണ് സെലക്ടർമാർ നൽകുന്നത്. ഫോമില്ലെങ്കിൽ ടീമിൽ സ്ഥാനമില്ല, അത് ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും. സൂര്യകുമാർ യാദവ് മാറുന്നതോടെ അടുത്ത നായകൻ ആരായിരിക്കും എന്നതും വലിയൊരു ചർച്ചാ വിഷയമാണ്. ഇവിടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിന് ഏറ്റവും കൂടുതൽ താല്പര്യം ശ്രേയസ് അയ്യരെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച പരിചയ സമ്പത്തും മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അഗാർക്കർ ചൂണ്ടിക്കാണിക്കുന്നു. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള ശ്രേയസിന്റെ പക്വതയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. മറുഭാഗത്ത് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന് മലയാളി സൂപ്പർ താരം സഞ്ജുവിനെ ക്യാപ്റ്റനാക്കാനാണ് താല്പര്യം. രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ച പരിചയമുള്ള സഞ്ജുവിന്റെ തന്ത്രപരമായ നീക്കങ്ങളും ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലിയും T20 ഫോർമാറ്റിന് ഏറ്റവും അനുയോജ്യമാണെന്ന് ഗംഭീർ വിശ്വസിക്കുന്നു. എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ഭൂരിപക്ഷ പിന്തുണ ശ്രേയസ് അയ്യർക്കായിരിക്കാനാണ് സാധ്യത. ഭാവിയിലെ ക്യാപ്റ്റനായി വളർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന യുവ ഇടങ്കയൻ ബാറ്റർ തിലക് വർമ്മയ്ക്കും വൈസ് ക്യാപ്റ്റൻസി ചുമതല നൽകിയേക്കും. ആഭ്യന്തര ക്രിക്കറ്റിലും അന്താരാഷ്ട്ര തലത്തിലും മികച്ച പ്രകടനം നടത്തുന്ന തിലകിന് ഈ പദവി കൂടുതൽ ഉത്തരവാദിത്വബോധം നൽകും. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലെ ഏറ്റവും വലിയ അത്ഭുതം വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള യുവ വിസ്മയം വൈഭവ് സൂര്യവംശിയുടെ സാന്നിധ്യമായിരിക്കും. ആഭ്യന്തര ക്രിക്കറ്റിലും അണ്ടർ-19 തലത്തിലും റെക്കോർഡുകൾ തകർത്തി ഇടങ്കയൻ ബാറ്റർ ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുൻപുള്ള അയർലൻഡ് പര്യടനത്തിൽ തന്നെ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വൈഭവ് ടീമിലേക്ക് എത്തുന്നതോടെ നിലവിലുള്ള ഇന്ത്യയുടെ ബാറ്റിംഗ് കോമ്പിനേഷൻ ആകെ മാറി മറിയും. പവർ പ്ലേ ഓവറുകളിൽ ബോളിംഗ് നിരയെ തച്ചു തകർക്കാൻ കെൽപ്പുള്ള 2 വെടിക്കെട്ട് ഇടങ്കയൻ ബാറ്റർമാരായിരിക്കും ഇന്ത്യയുടെ ഓപ്പണർമാർ, വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും. ഇരുവരുടെയും കൂട്ടുകെട്ട് എതിരാളികൾക്ക് വലിയ ഭീഷണിയാകും. ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറി മലയാളി താരം സഞ്ജു 3-ാം നമ്പറിലായിരിക്കും ബാറ്റ് ചെയ്യുക. വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജുവിന് മധ്യനിരയിൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും റൺ റേറ്റ് ഉയർത്താനും ഈ പൊസിഷൻ സഹായകരമാകും. ഓപ്പണിംഗ് മുതൽ ഏത് പൊസിഷനിലും കളിക്കാൻ മിടുക്കനായ ഇഷാൻ കിഷൻ 4-ാം നമ്പറിലേക്ക് മാറും. 5-ാം നമ്പറിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആയിരിക്കും ക്രീസിലെത്തുക. ഈ 2 താരങ്ങളുടെ സാന്നിധ്യം മിഡിൽ ഓർഡറിൽ വലിയ കരുത്ത് പകരും. T20 ക്രിക്കറ്റിൽ ഏറ്റവും നിർണായകമായത് അവസാന ഓവറുകളിൽ അതിവേഗം റൺസ് സ്കോർ ചെയ്യുക എന്നതാണ്. ഈ ഉത്തരവാദിത്വം ഇന്ത്യ ഏൽപ്പിക്കുന്നത് 2 വിശ്വസ്ത താരങ്ങളെയാണ്. 6-ാം നമ്പറിൽ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയും 7-ാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയും ഫിനിഷർമാരുടെ റോളിലെത്തും. ഹർദിക്കിന്റെ അനുഭവ സമ്പത്തും വലിയ സിക്സറുകൾ നേടാനുള്ള കഴിവും തിലകിന്റെ തന്ത്രപരമായ ബാറ്റിംഗും ചേരുമ്പോൾ ഇന്ത്യയുടെ ലോവർ മിഡിൽ ഓർഡർ കൂടുതൽ ഭദ്രമാകും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BCCI വലിയൊരു ജോലിഭാര നിയന്ത്രണ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ മുൻനിര പേസർമാരായ ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും ഈ T20 പരമ്പരകളിൽ പൂർണ്ണമായി വിശ്രമം അനുവദിക്കും. ഇവർ ഇനി ഏകദിന ഫോർമാറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതോടെ ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ മുഖച്ഛായ മാറും. 8-ാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായി അക്സൽ പട്ടേൽ എത്തുമ്പോൾ ടീമിലെ പ്രധാന സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി സ്ഥാനം പിടിക്കും. പിച്ചിൽ നിന്ന് വലിയ ടേൺ കണ്ടെത്താൻ സാധിക്കും. ഇടക്കയൻ പേസർ അർഷ്ദീപ് സിംഗും യുവതാരം പ്രിൻസ് യാദവുമായിരിക്കും ഇന്ത്യയുടെ പേസ് നിരയെ നയിക്കുക. ഡെത്ത് ഓവറുകളിൽ അർഷ്ദീപിന്റെ യോർക്കറുകളും പ്രിൻസ് യാദവിന്റെ വേഗതയും ഇംഗ്ലീഷ് മണ്ണിൽ ഇന്ത്യക്ക് നിർണായകമാകും. അയർലൻഡിനെതിരെയുള്ള പരമ്പര പുതിയ ടീമിന് ഒരു പരീക്ഷണ വേദിയാണെങ്കിൽ ജൂലൈയിലെ ഇംഗ്ലണ്ട് പര്യടനം കടുത്തൊരു അഗ്നിപരീക്ഷയായിരിക്കും. സ്വന്തം നാട്ടിൽ കളിക്കുന്ന ഇംഗ്ലണ്ട് എപ്പോഴും T20 ഫോർമാറ്റിലെ ഏറ്റവും അപകടകാരികളായ ടീമാണ്. ജോസ് ബട്ട്ലർ, സാൾട്ട് തുടങ്ങിയ വെടിക്കെട്ട് വീരന്മാരെ നേരിടാൻ ഇന്ത്യൻ യുവനിരയ്ക്ക് വലിയ തന്ത്രങ്ങൾ മെനയേണ്ടിയും വരും. സീനിയർ താരങ്ങളായ ബുംറ, സിറാജ്, സൂര്യകുമാർ എന്നിവരില്ലാതെ ഇറങ്ങുന്ന ടീം ഇന്ത്യക്ക് പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഒത്തൊരുമയോടെ കളിക്കുക എന്നതും വലിയൊരു വെല്ലുവിളിയാണ്.